ഗൈസ് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. വെറും 5000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മഹേന്ദ്രയുടെ താർ റോക്സ് 6 മാസം മാത്രം പഴക്കമുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡോക്ടർ യൂസ്ഡ് വാഹനം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു താർ റോക്സ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും വേഗം നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതിയൊരു വണ്ടി വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആ ഒരു ഡിപ്രീസിയേഷൻ റേറ്റിൽ കിട്ടും. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കലി AX7 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ വണ്ടിയാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും പാനോറമിക് സൺറൂഫ് ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് അവൈലബിൾ ആണ്. ടയറൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടില്ല, 5000 കിലോമീറ്റർ ഓടിയ ടയറിനൊന്നും ആയിട്ടില്ല. ഏകദേശം 60,000-65,000 കിലോമീറ്റർ കണ്ടിന്യൂസ്ലി ഓടുന്ന കിഡിലൻ ടയറാണ് വരുന്നത്. അപ്പോൾ ഇത് 2 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഈ വാഹനത്തിന് യാതൊരു കാര്യങ്ങളോ ആക്സിഡൻസോ ഒന്നും വന്നിട്ടില്ല. കാരണം 6 മാസം പഴക്കത്തിൽ 5000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഡോക്ടർ യൂസ്ഡ് ആണ്. അപ്പോൾ അത്രയും പക്ക ഫിനിഷിങ്ങിൽ പ്രോപ്പർ സർവീസിലാണ് പുള്ളി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത, അതായത് എക്സ്ട്രാ ഫിറ്റിങ്സ് പുള്ളി ആഡ് ചെയ്തിട്ടുള്ളത് 1,80,000 രൂപ മുടക്കിയിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് അയൺമാൻ്റെ സസ്പെൻഷൻ പുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ വണ്ടിക്ക് അവൈലബിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പക്കയാണ്. ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി ബ്രാൻഡ് ന്യൂ വണ്ടി ഷോറൂമിൽ പോയി നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ, ആ രീതിയിലാണ് വണ്ടി കിടക്കണത്. അതായത് 360 ക്യാമറയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പാനോറമിക് സൺറൂഫ്, പിന്നെ നമ്മുടെ താർ റോക്സിലുള്ള പോലെ തന്നെ ഉള്ള ഒരു വൈറ്റ് ഷെയ്ഡിൽ പറഞ്ഞ സീറ്റ് അപ്പോൾസ്ട്രിയും പിന്നെ ആ ഒരു റൂഫും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എടുക്കുന്നു. വണ്ടി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക, ഒരു അത്രയും ഒരു EV കാർ ഓടിക്കുന്ന പോലെ. കാരണം പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തീരെ ലൈറ്റ് സൗണ്ടാണ്. അത്രയും പക്ക കണ്ടീഷനിലാണ് വണ്ടി എടുക്കുന്നത്. ഇനി ബാക്ക് സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിലും അത്രയും പക്ക ക്ലീൻ ആയിട്ടാണ് വണ്ടി എടുക്കുന്നത്. റിയർ AC വരുന്നുണ്ട്. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും കംഫർട്ടബിളാണ്. പിന്നെ ഇങ്ങനൊരു കർട്ടൻ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പെട്രോൾ ഫുൾ ഓപ്ഷനിൽ വരുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് പുള്ളി ചെയ്തിട്ടുള്ളതാണ്. വണ്ടി എടുത്തതിന് ശേഷം KL8-ലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു ഡെൻ്റൽ ഡോക്ടറുടെ വണ്ടിയാണ്, പുള്ളിയാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് പറഞ്ഞ പോലെ സ്പോർട്സ് കാറിലേക്ക് മാറാൻ വേണ്ടിയാണ് ആളിപ്പോൾ ഇത് കൊടുക്കുന്നത്. യാതൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ വണ്ടിക്ക് ഇല്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, 6 മാസം പഴക്കം, ഓൺലി 5000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വിളിക്കുക. വണ്ടി കാണണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിലേക്കാണ് വരേണ്ടത്. പടിഞ്ഞാറക്കോട്ടയിലേക്കാണ് വണ്ടി കാണണമെങ്കിൽ നിങ്ങൾ എത്തേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഫാമിലി യൂസ്ഡ് കാറുകൾ, ഇതൊരു ഡീലറുടെ കയ്യിലെടുക്കുന്ന വണ്ടിയൊന്നുമല്ല. ഇതിൻ്റെ ഡയറക്റ്റ് ഓണറെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വണ്ടി വരിക, കാണാൻ, ഡ്രൈവ് ചെയ്യുക, ക്യാഷ് അടയ്ക്കാൻ കൊണ്ടുപോകുക. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 28 ലാക്കോളം വരുന്നുണ്ട് ഇതിൻ്റെ പുതിയ വണ്ടി ഓൺ റോഡ് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. ഈ വാഹനം ചോദിക്കുന്ന വില 22 ലക്ഷം മാത്രം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ലാക്ക് 6 ലാക്കിൻ്റെ ഡിപ്രിസിയേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക.